നമ്മുടെ രാജ്യത്ത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിൽ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ അഥവാ അതിതീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടി അതിവേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. കഴിഞ്ഞ ദിവസം കേരളത്തിൻ്റെ SIR സംബന്ധിച്ച അല്ലെങ്കിൽ കേരളത്തിൽ പുരോഗമിക്കുന്ന SIR നടപടികളുടെ ഭാഗമായി പുറത്തു വന്ന വാർത്ത ഞെട്ടിക്കുന്നതാണ്. 25 ലക്ഷം പേർ നിലവിലെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താകും. അതിൽ 6.5 ലക്ഷത്തോളം പേർ മരിച്ചു പോയവരാണ്. 7.5 ലക്ഷത്തോളം അല്ലെങ്കിൽ 7,20,000-ഓളം പേർ ഇരട്ട വോട്ടുകളാണ്. അതുപോലെ 7,20,000-ഓളം പേരെ കാണാനില്ല. 8 ലക്ഷത്തി ചില്ലുവാനം പേർ ഇരട്ട വോട്ടുകളൊക്കെയാണ് എന്നുള്ള കണക്കാണ് പുറത്തു വന്നത്. വളരെ ഞെട്ടിക്കുന്ന വിവരമാണ്. കേരളത്തിലെ ഈ SIR സംബന്ധിച്ച് പുറത്തു വന്ന വിവരം വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ 10 മടങ്ങ് ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് ബംഗാളിൽ നിന്ന് വരുന്നത്. അവിടെ 58 ലക്ഷം പേരാണ് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താകുന്നത്. ഇതുവരെയുള്ള കണക്കനുസരിച്ച് 58 ലക്ഷം പേരിൽ മരിച്ചുപോയവരുണ്ട്, ഇരട്ട വോട്ടുകളുണ്ട്, കാണാനില്ലാത്തവരുണ്ട്. ഇങ്ങനെ വിവിധ തരത്തിൽ അവിടുത്തെ വോട്ടർ പട്ടികയിൽ കടന്നുകൂടിയ ക്രമക്കേടുകൾ വളരെ വലുതാണ്. നമുക്കറിയാം, കൊൽക്കത്തയിലെ ഗുൽബർഗ് കോളനിയിൽ SIR വിവരങ്ങൾ ശേഖരിക്കാനും ഫോം കൊടുക്കാനുമായിട്ട് അപേക്ഷ കൊടുക്കാനുമായിട്ട് ചെന്ന ഉദ്യോഗസ്ഥർ കണ്ടത് കേവലം 2000 പേരെ മാത്രമാണ്. അവിടെ 2 ലക്ഷത്തോളം പേർ വോട്ടർ പട്ടികയിൽ പേരുണ്ട് ആ ഗുൽബർഗ് കോളനിയിൽ നിന്ന്. ഇത്ര ദാരുണമായ, ഇത്ര ഭീകരമായ ഒരവസ്ഥയാണ് ബംഗാളിലേതെന്ന് ആരും അറിഞ്ഞിരുന്നില്ല. പലപ്പോഴും ബംഗാളിലെ വിഷയങ്ങൾ ദേശീയ ശ്രദ്ധ ആകർഷിക്കുകയും മമത, അവിടുത്തെ മുഖ്യമന്ത്രി, വലിയ തോതിൽ കേന്ദ്ര സർക്കാരിനെതിരെ, തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഒക്കെ രംഗത്ത് വരികയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തത് നമ്മൾ പലതവണ കണ്ടതാണ്. മമത SIR നടപ്പാക്കാൻ ആരെങ്കിലും ബംഗാളിന്റെ അതിർത്തി കടന്നാൽ അവരെ കായികമായി നേരിടുമെന്ന് വരെ പറഞ്ഞു. ഇപ്പോൾ മമതയ്ക്ക് മിണ്ടാട്ടമില്ല. മമത ഒരു അക്ഷരം മിണ്ടുന്നില്ല. മമതയുടെ വായിൽ നാക്കുണ്ടോ എന്ന് വിരലിട്ട് നോക്കേണ്ട അവസ്ഥയിലാണ്. മമത ഒരു അക്ഷരം മിണ്ടുന്നില്ല. 58 ലക്ഷം പേർ വോട്ടർ പട്ടികയിൽ കടന്നുകൂടിയിരിക്കുന്നു അനധികൃതമായി. എന്തോ പറയും മറുപടി? ഒരു മറുപടിയും പറയാനില്ല. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആകട്ടെ തങ്ങളുടെ നടപടിയുമായിട്ട് അച്ചടക്കത്തോടുകൂടി, കൃത്യമായി, സത്യസന്ധമായി, സുതാര്യമായി മുന്നോട്ട് പോകുന്നു. തൊട്ടടുത്ത് ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വാസ്, ബംഗാളിൽ നിന്ന് അകലെ അല്ല ആസാം, ആസാമിൽ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വാസ് വളരെ ശക്തമായ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ബംഗാൾ നുഴഞ്ഞുകയറ്റക്കാരുടെ ആശ്രയ കേന്ദ്രമാണ് ബംഗാൾ. ബംഗാളിൽ പിടിവീണാൽ അല്ലെങ്കിൽ പിടിവീഴുമെന്ന് തോന്നിയാൽ അവർ തെക്കൻ സംസ്ഥാനങ്ങളിലേക്ക്, ദക്ഷിണേന്ത്യയിലേക്ക് അവർ ഒളിച്ചു കടക്കും എന്ന് ആദ്യം പറഞ്ഞത് ഹിമന്ത ബിശ്വാസാണ്. തുടർന്ന് പല വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും അത് ആവർത്തിച്ചു. അപ്പോഴും മമത വലിയ തോതിൽ ബംഗാളികളെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കുന്നു, ഇന്ത്യൻ പൗരന്മാരെ പുറത്താക്കുന്നു, സർവോപരി ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരുടെ വോട്ടവകാശം നിഷേധിക്കുന്നു. അതായത് മുസ്ലിങ്ങളെ വോട്ടർ പട്ടികയിൽ നിന്ന് അകാരണമായി പുറത്താക്കുന്നു എന്നാണ് മമത പറഞ്ഞത്. എന്നാൽ ഇത് സംബന്ധിച്ച പരാതികൾ കിട്ടിയിട്ടുണ്ടോ? SIR നടപടികൾ പുരോഗമിക്കുമ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന്, സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്, കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്. ഇവർക്കാർക്കെങ്കിലും പരാതി ലഭിച്ചിട്ടുണ്ടോ ഇത് സംബന്ധിച്ച് എന്ന ചോദ്യത്തിന് ഉത്തരമില്ല മമതയ്ക്ക്. തൃണമൂൽ കോൺഗ്രസ് അവിടെ ശക്തമായ ഒരു പാർട്ടിയാണ്, താഴെ തട്ടിൽ വേരുകളുള്ള ഒരു പാർട്ടിയാണ്, ബൂത്ത് തലത്തിൽ വരെ പ്രവർത്തകരും കാര്യകർത്താക്കളുമുള്ള ഒരു പാർട്ടിയാണ്. നിങ്ങൾക്ക് പരാതിക്കാരെയും കൊണ്ട് രംഗത്ത് വരാം, ഇവിടെ മാധ്യമങ്ങളുണ്ട്, അവരുടെ മുന്നിൽ അവതരിപ്പിക്കാം, തിരഞ്ഞെടുപ്പ് കമ്മീഷനെ നാണം കെടുത്താം. എന്തേ ചെയ്യുന്നില്ല? ഇനി SIR നടപടികൾ
ക്രമപ്പെടുത്തുന്നത്, ആ ജോലി നിർവഹിക്കുന്നത്, ആ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിക്കുന്നത് ഒക്കെ സംസ്ഥാന സർക്കാരിന് കീഴിലെ ജീവനക്കാരാണ്. അവരാരും കേന്ദ്ര സർക്കാരിന് കീഴിൽ പണിയെടുക്കുന്നവരല്ല. അവരാരും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കീഴിലുള്ള ജീവനക്കാരല്ല. മറിച്ച് സംസ്ഥാന സർക്കാരിന്റെ ജീവനക്കാരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ജോലിക്കായി നിയോഗിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ട്? അവരെ കൃത്യമായി പ്രയോജനപ്പെടുത്തി ഉപയോഗപ്പെടുത്തി ഇതിനകത്ത് എന്തെങ്കിലും കള്ളത്തരങ്ങൾ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ വോട്ടവകാശമുള്ള ഇന്ത്യൻ പൗരന്റെ വോട്ടവകാശം നശിപ്പിക്കുന്ന നിഷേധിക്കുന്ന തരത്തിൽ എന്തെങ്കിലും നടപടി ഉണ്ടെങ്കിൽ നിങ്ങളുടെ സർക്കാരിനു കീഴിലെ റവന്യൂ അധ്യാപക ജീവനക്കാരല്ലേ ഈ ജോലി ചെയ്യുന്നത്? അവരെ കൊണ്ട് എന്തുകൊണ്ട് പരാതി കൊടുപ്പിക്കുന്നില്ല? ഈ BLO അടക്കം ബൂത്ത് ലെവൽ ഓഫീസർ അടക്കമുള്ളവർ നിങ്ങളുടെ സർക്കാരിന് കീഴിൽ പണിയെടുക്കുന്നവരല്ലേ? അവരെ കൊണ്ട് എന്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു പരാതി കൊടുപ്പിക്കുന്നില്ല എന്ന ചോദ്യം ബംഗാളിൽ ഉയർന്നിട്ട് ദിവസങ്ങളായി. അതിന് യാതൊരു മറുപടിയും അവിടെ നിന്ന് ലഭിക്കുന്നില്ല. 58 ലക്ഷം പേരിൽ മരിച്ചുപോയവരുണ്ട്, ഇരട്ട വോട്ടുകളുള്ളവരുണ്ട്, നുഴഞ്ഞുകയറ്റക്കാരുണ്ട്. ഏതാണ്ട് അവിടെ നിന്ന് കിട്ടുന്ന വിവരം അനുസരിച്ച് BSF നൽകുന്ന പ്രാഥമിക സൂചനകൾ അനുസരിച്ച് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അതിർത്തി കടന്ന് ബംഗ്ലാദേശിലേക്ക് മടങ്ങിയിരിക്കുന്നത്. അതിൽ ബംഗ്ലാദേശികൾ മാത്രമല്ല, റോഹിംഗ്യകളുമുണ്ട്. ബംഗ്ലാദേശിലേക്ക് വന്നതിന് ശേഷം അവിടെ നിന്ന് ഇന്ത്യയുടെ അതിർത്തി കടന്ന് ഈ പറഞ്ഞ പോലെ സുരക്ഷയില്ലാത്ത, സുരക്ഷാ വേലിയില്ലാത്ത അതിർത്തി കടന്ന് ഇന്ത്യയിലേക്ക് മുർഷിദാബാദ്, മാൾഡ തുടങ്ങിയ ജില്ലകളിലൂടെ ഇന്ത്യയിലേക്ക് കടന്നു കയറിയ റോഹിംഗ്യകളുണ്ട്, ബംഗ്ലാദേശികളുമുണ്ട്. ഇവരെ എല്ലാം ഇപ്പോൾ ഇന്ത്യ ചുമക്കണം എന്നാണ് മമത ആവശ്യപ്പെടുന്നത്. ഇവർക്കെല്ലാം വോട്ടവകാശം നൽകി ചെല്ലും ചെലവും കൊടുത്ത് ഇവരെ ഇന്ത്യ പോറ്റണം എന്നാണ് മമതയുടെ ആവശ്യം. കാരണം അവർ മമതയ്ക്ക് വോട്ട് ചെയ്യും. അവർ തൃണമൂൽ കോൺഗ്രസിന് വോട്ട് ചെയ്യും. എങ്ങനെയാണ് തൃണമൂൽ കോൺഗ്രസ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കുന്നത്, എങ്ങനെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കുന്നത് എന്നതിൻ്റെ ആ രഹസ്യം തേടി മറ്റെങ്ങും പോകേണ്ടതില്ല. ഇവിടെ തന്നെ വ്യക്തമാണ്. 58 ലക്ഷം പേരെ കാണാനില്ല. 58 ലക്ഷം പേർ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താകും. കൃത്യമായ രേഖകളില്ലാത്ത, മരിച്ചുപോയ, ഇരട്ട വോട്ടുകളുള്ള 58 ലക്ഷം പേരാണ് ഈ പറഞ്ഞതുപോലെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താകാൻ പോകുന്നത്. കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ ഈ 58 ലക്ഷം പേരെ നീക്കം ചെയ്യും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഒരു സംശയവുമില്ല. ബംഗാൾ ശുദ്ധീകരിച്ചിട്ടേ, ബംഗാളിന്റെ വോട്ടർ പട്ടിക ശുദ്ധീകരിച്ചിട്ടേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പണി നിർത്തുകയുള്ളൂ. അതും നിങ്ങളുടെ ജീവനക്കാരെ കൊണ്ട്, നിങ്ങളുടെ സർക്കാരിന് കീഴിലുള്ള റവന്യൂ ജീവനക്കാരെയും അധ്യാപകരെയും ഒക്കെയാണ് അതിന് വിനിയോഗിച്ചിരിക്കുന്നത് എന്ന കാര്യവും ഓർക്കണം. എന്തായാലും ഒരു കാര്യം സത്യമാണ്, സുപ്രീം കോടതി ബീഹാറിലെ SIRന് നൽകിയ പ്രോത്സാഹനം ഇവിടെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടെ SIR വ്യാപിപ്പിക്കണമെന്ന നിർദ്ദേശം ഒക്കെ പരിപൂർണമായിട്ടും പാലിച്ചിരിക്കുന്നു. സുപ്രീം കോടതിക്ക് അടക്കം ഇക്കാര്യത്തിൽ തല ഉയർത്തി അഭിമാനത്തോടെ പറയാൻ കഴിയും, ഇന്ത്യയിലെ വോട്ടർ പട്ടിക ഇതാ ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കൃത്യമായി ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യൻ ജനത, ഇന്ത്യൻ പൗരന്മാർ, ഇന്ത്യൻ വോട്ടർമാർ അവരുടെ വോട്ടവകാശം വിനിയോഗിക്കും എന്ന് വളരെ കൃത്യമായിട്ട് ഇനി നമുക്ക് പറയാൻ കഴിയും. മമതയുടെ പല്ലുകൾ, ദംഷ്ട്രകൾ SIRലൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിഴുതെടുത്തിരിക്കുകയാണ്. മറ്റൊരു കനത്ത തിരിച്ചടിയും കഴിഞ്ഞ ദിവസം മമതയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പിന്നാലെ വരാം. അത് വിശദമായി പറയേണ്ട മറ്റൊരു വാർത്തയാണ്. അതിലേക്ക് ഞാൻ പിന്നാലെ വരാം.